പ്രതിഷേധം പോലീസുമായുള്ള ഒരു ഉന്തും തള്ളിലേക്കുമൊക്കെ പോവുകയാണ്. കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാഹുൽ, ഇപ്പോൾ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുന്നത് കാണാം. ഒരു ചെറിയ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയല്ലോ. നിലവിൽ പ്രവർത്തകരെ അവിടെ നിന്ന് നീക്കുകയാണോ? ശ്രീജാത, നേതാക്കന്മാരെയും പ്രവർത്തകരെയും പോലീസ് ബലപ്രയോഗത്തിലൂടെ തന്നെ നീക്കുകയാണ്. VT സൂരജ് MLA KSUവിന്റെ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പ്രസിഡന്റ് കൂടിയാണ്. MLA പോലീസ് ഏറെ പാടുപെട്ടുകൊണ്ട് റോഡിൽ നിന്ന് മാറ്റി പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയിട്ടുണ്ട്. പ്രവർത്തകരും നേതാക്കരും ഒക്കെ പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമാണ് ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ആദ്യമേ തന്നെ നേതാക്കന്മാരെയാണ് മാറ്റുന്നത്. MLA കസ്റ്റഡിയിലെടുത്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോലീസ് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ഇല്ല, സംഘമില്ല എന്നുള്ളതാണ്. നടക്കാവുന്നുള്ള പോലീസ് സംഘം തന്നെയാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കുന്നത്. MLA നീക്കിയതിനു ശേഷം ബാക്കിയുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും റോഡിൽ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഏതായാലും പോലീസ് നിലവിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനും ഒക്കെ തന്നെ സംസ്ഥാന ഭാരവാഹികളും ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ആർ ഷഹീനെയാണ് അടുത്തതായി പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് നീക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാ ഇപ്പോൾ ഈ കാണുന്നത് അത് പ്രതിരോധിക്കാനുള്ള നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ ഒരു ശ്രമമാണ്. പക്ഷേ ഇതിന് അധിക നേരം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് പോലീസിന്റെ നിലപാട് എന്നുള്ളത്. കാരണം റോഡിൽ ഗതാഗതം ഇത്രയും നേരം തടസ്സപ്പെടുത്തിയുള്ള ഒരു പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരെ നീക്കുന്നത്. പക്ഷേ പൂർണ്ണമായും പോലീസുമായി ഉന്തും തള്ളും പോലീസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ പ്രതിരോധിച്ച് പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. മുദ്രാവാക്യം വിളിക്കുക കൂടിയാണ്. MLA ഏതായാലും പോലീസിനെ ഇവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് ഇപ്പോഴുള്ള ഒരു പൊതു അവസ്ഥ എന്ന് പറയുന്നത്. 100ഓളം പ്രവർത്തകരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുള്ളത്.